തനിക്ക് കാര്യമില്ലാത്തതിന് ആരും തുനിയരുത്. അതിപ്പോൾ കലാലയത്തിൽ പഠിക്കുന്നവരായാലും PSC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരായാലും സ്റ്റാഫ് സെലക്ഷൻ കമ്മിറ്റിന് വേണ്ടി തയ്യാറെടുക്കുന്നവരായാലും തനിക്ക് കാര്യമില്ലാത്തതിന് ഒരിക്കലും തുനിയരുത്. തുനിഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരു കുരങ്ങിന് പറ്റിയ അപകടം പോലെ ചിലപ്പോൾ നമുക്കും സംഭവിക്കാം. പഴയ കാലമാണ്. ഇന്നത്തെ പോലെ യന്ത്രത്തിൽ തടി അറക്കുന്ന സമ്പ്രദായമൊന്നും അന്ന് വന്നിട്ടില്ല. അപ്പോൾ കാടിൻ്റെ അരികിൽ ഒരു വലിയ തടി അറക്കുന്നതിന് വേണ്ടി അവർ ശരിയാക്കി വെച്ചിരുന്നു. അതിന് പ്രത്യേകം സ്റ്റാൻഡൊക്കെ തയ്യാറാക്കി അതിൻ്റെ മുകളിൽ ഈ വലിയ തടി ഉരുട്ടി കയറ്റി വെച്ച് പ്രത്യേക ഇനം വാളുണ്ട്. ആ വാളും കൊണ്ടാണ് ആ കാലത്ത് അറുത്ത് മുറിച്ചിരുന്നത്. അത് വീട്ടിലെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാനും വീട് പണിയാനും ഒക്കെ തടി ഉണ്ടാക്കിയിരുന്നത് പഴയ കാലത്ത് അങ്ങനെയായിരുന്നു. ഒരിക്കൽ അങ്ങനെ ഈ തടി അറക്കുന്നവർ ഒരു ദിവസം കൊണ്ടൊന്നും അറുത്ത് തീരുകയില്ല. ചിലപ്പോൾ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ തന്നെ എടുക്കും. അങ്ങനെ ഒരിക്കൽ ഈ തടി അറപ്പുകാർ ആ തടി ഉരുട്ടി ഈ സ്റ്റാൻഡിൽ കയറ്റി വെച്ച് തടി അറുത്തു. കുറച്ച് അറുത്ത് കഴിഞ്ഞപ്പോൾ സമയം സന്ധ്യയായി. അപ്പോൾ അവരത് ഒരു ആപ്പ് അടിച്ച് കയറ്റി വെച്ച് വാളൂരി അന്നത്തെ പണി നിർത്തി അവർ പോയി. എന്തോ കാരണം കൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് അവർക്ക് തിരിച്ച് അവിടെ എത്തിച്ചേരാൻ സാധിച്ചുള്ളൂ. അവർ ഈ തടി അറുത്ത് പകുതിയാക്കി വെച്ചിട്ട് ആപ്പ് കയറ്റി വെച്ച് പോയ സമയം ഒരു കുരങ്ങിനൊരു രസം തോന്നി. കുരങ്ങ് ചപലനാണല്ലോ. ആ തടിയുടെ മുകളിൽ കയറിയിരുന്ന ആപ്പ് വലിച്ചൂരി. അബദ്ധവശാൽ ആ കുരങ്ങിൻ്റെ വാല് ആ തടിയുടെ അറുത്ത ആ വിടവിലായിരുന്നു അകപ്പെട്ടിരുന്നത്. പക്ഷേ അവിടെ നിന്നും ആ കുരങ്ങിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞാണ് അറപ്പുകാർ വന്നപ്പോൾ ആ കുരങ്ങ് അതിൻ്റെ ഇടയ്ക്കിരുന്ന് അതിൻ്റെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി. അതുപോലെ തനിക്ക് കാര്യമില്ലാത്തതിന് ആരും തുനിയരുത് എന്ന് പഴയ ആൾക്കാർ പറയാറുണ്ട്. അതിൽ വേണ്ടാത്ത കാര്യത്തിൽ ഓടും പോലെ വേണ്ടുന്ന കാര്യത്തിൽ ഓടിക്കൊണ്ടിടിൽ താണ്ടാം ഈ സംസാര കടലേ വേഗമാണ്ടിടം ആനന്ദക്കടലിൻ്റെ മധ്യേ. ഇങ്ങനെയാണ് ശിവയോഗി പറഞ്ഞിരിക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വേവലാതിപ്പെട്ട് ഓടി അലയുന്നതിന് പകരം വേണ്ട കാര്യത്തിൽ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ, ഈ ലോക ജീവിതത്തിലെ വിഷമങ്ങളെല്ലാം താണ്ടി നമുക്ക് മറുകരയെത്താം എന്നാണ് പറയുന്നത്. അതായത് വിഷമങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കും. സംസാര സാഗരം എന്നാണ് ഈ വിഷയസുഖങ്ങളെക്കുറിച്ച് പറയുന്നത്. എന്തെന്നാൽ ഈ പ്രപഞ്ച ജീവിതത്തിൽ ഈ കടലിലെ മുതലയും ചുഴിയും തിമിംഗലവും അതുപോലെ ഈ കടലിൻ്റെ അടിയിൽ അഗ്നിപർവ്വതസ്ഫോടനമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ കുഴഞ്ഞു മറിഞ്ഞ് വിഷപരമായ കാര്യങ്ങളെല്ലാം നിറഞ്ഞതാണ് ഈ സംസാര ജീവിതം എന്ന് പണ്ടുള്ള മഹർഷിമാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ശരിയായ രീതിയിൽ, വേണ്ട രീതിയിൽ മനസ്സിനെ പരുവപ്പെടുത്തിയെടുത്ത് അതിനെ നിയന്ത്രിച്ച് ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുപോകണം. അല്ലെങ്കിൽ വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് വടിയിൽ വെച്ച് കടിമേടിച്ചു എന്ന് പറഞ്ഞതുപോലെയാകും നമ്മുടെ പലരുടെയും അവസ്ഥ. യഥാർത്ഥത്തിൽ ആവശ്യമുള്ളതാണോ എന്ന് നമ്മൾ ചിന്തിക്കില്ല. ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ ഇരു കോപം കൊണ്ട് ഇങ്ങോട്ട് പോരാമെന്ന് ചോദിച്ച പോലെ നമ്മൾ വെറുതെ ഒരു തോന്നലിന് ചിലപ്പോൾ ആ കാര്യത്തിൽ എടുത്തു ചാടും. ആകാശത്തുലപ്പുന്ന വയ്യാവലി കോണി വെച്ച് കയറി പിടിച്ചു എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നാം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ ആവശ്യമുള്ള കാര്യങ്ങളിൽ എല്ലാം വേണ്ട രീതിയിൽ
കൈകാര്യം ചെയ്ത് സുഖകരമായ ഒരു ജീവിതം നയിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ.